ശലഭങ്ങൾ സംസാരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെ. ധ്യാനത്തിനായിട്ട് 3-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ ഐഹിക ജീവിത താൽക്കാലികമാണെന്നും അതിനുശേഷം നിത്യമായ ജീവിതമുണ്ടെന്നും വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ അധികം പേരും. എന്നാൽ ഇഹലോകവാസം അവസാനിക്കുന്നതോടുകൂടി മനുഷ്യജീവിതം അവസാനിക്കുമെന്ന് കരുതുന്നവരും ലോകത്തിൽ ഇല്ലാതില്ല. ഭൗതികവാദികളായ ഇക്കൂട്ടർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ക്ഷണഭംഗുരമായ സുഖഭോഗങ്ങളിൽ മുഴുകി അവർ ഉണ്ടും ഉടുത്തൊരുങ്ങിയും ഉല്ലാസമായി ജീവിക്കുന്നു. ലഹരി പിടിപ്പിക്കുന്ന മദ്യവും മയക്കുമരുന്നുകളും സംതൃപ്തിയും സന്തോഷവും നൽകുമെന്ന് അവർ കരുതുന്നു. മതത്തെയും ഭക്തിപരമായ വിവിധ വേഷങ്ങളോടുകൂടി ഐഹിക ജീവിതം ഉല്ലാസപ്രദമാക്കുന്നതിനുള്ള ഉപാധികളായി ഉപയോഗിക്കുന്നവരും ഉണ്ട്. സാമൂഹികവും രാഷ്ട്രീയവുമായ നേതൃത്വത്തിനു വേണ്ടി മറ്റു ചിലർ പരക്കം പായുന്നു. മൺമയമാം ഈ ഉലകിൽ കാണുവതെല്ലാം മായ എന്ന് തത്വശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മായാപ്രപഞ്ചത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിയുന്നവരാണ് വേറൊരു കൂട്ടർ. ശാശ്വതമായ യാതൊന്നും ഈ ലോകത്തിൽ ഇല്ലെന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ ശാശ്വതമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ കൂട്ടാക്കാതെ മായയിൽ തന്നെ അവർ നീന്തി തുടിക്കുന്നു. ശാശ്വതവും ഉന്നതവുമായ ജീവിത മേഖല കണ്ടെത്തുവാൻ മനുഷ്യൻ മെനക്കെടുന്നില്ല. ഈ വസ്തുത വ്യക്തമാക്കാൻ 2 ചിത്രശലഭങ്ങളുടെ സംഭാഷണത്തിലൂടെ ഒരു തത്വചിന്തകൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. മനുഷ്യൻ മനോഹരമായി നിർമ്മിച്ച ഒരു മണിമന്ദിരത്തിൻ്റെ മച്ചിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആ ചിത്രശലഭങ്ങൾ. കഥയില്ലാത്ത മനുഷ്യൻ്റെ ജീവിത വ്യഗ്രതയായിരുന്നു അവരുടെ സംഭാഷണ വിഷയം. ഒരു ശലഭം തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, പൂക്കൾ തോറും പറന്ന് തേനുണ്ട ശേഷം നാം ശില്പസുന്ദരമായ ഈ മച്ചിൽ വിശ്രമിക്കുന്നു. അതാ നോക്കൂ, ഈ മണിമേട നിർമ്മിച്ച മനുഷ്യൻ മുകളിലേക്ക് നോക്കുവാൻ പോലും സമയമില്ലാതെ നശ്വരമായ ഭൗതിക സുഖങ്ങൾ തേടി പരക്കം പായുന്നു. കനകവും കാമിനിയുമാണ് അവരുടെ ലക്ഷ്യം. പണം വാരിക്കൂട്ടുവാൻ പാടുപെടുന്നു. ഇതിനിടയിൽ മുകളിലേക്ക് നോക്കുവാൻ അവർക്ക് എവിടെയാണ് സമയം? ശരിയാണ്, മറ്റേ ശലഭം പറഞ്ഞു. നമ്മളും ഒരു കാലത്ത് വെറും തീറ്റിപ്പണ്ടങ്ങളായി ഇഴഞ്ഞ് നടന്നവരല്ലേ? അന്ന് നാം വെറും പുഴുക്കളായിരുന്നു. എന്നാൽ പുഴുക്കളായി ജനിച്ച് പുഴുക്കളായി തന്നെ മരിക്കുവാനുള്ളവരല്ല എന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് ആഹാരം വെടിഞ്ഞ് ഇരുളടഞ്ഞ ഒരു തടവറയിൽ ധ്യാനനിരതരായി ഏതാനും നാളുകൾ നാം കഴിഞ്ഞുകൂടി. ആദ്യത്തെ ശലഭം പ്രതിവദിച്ചു, അതെ, അതിൻ്റെ ഫലമായാണ് വർണ്ണശബളമായ ഈ പൂഞ്ചിറകുകൾ ധരിച്ച് നാം പുറത്ത് വന്നത്. അതോടൊപ്പം മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് നാം പറന്നുയരുകയും ചെയ്തു. സർവ്വലോകവും പിടിച്ചടക്കാനുള്ള വ്യഗ്രതയോടെ ഓടുന്ന ഈ മനുഷ്യർ ഇത്ര ബുദ്ധികെട്ടവരാണോ? അവർക്ക് നമ്മെപ്പോലെ തങ്ക ചിറകുകൾ ധരിച്ച് പുതിയ സൃഷ്ടികളായി തീരുവാൻ കഴിയുന്നില്ലല്ലോ, മറ്റേ ശലഭം പറഞ്ഞു. മനുഷ്യനെ പറ്റിയുള്ള ഈ ശലഭങ്ങളുടെ നിഗമനം എത്രയോ വാസ്തവമാണ്. കീടങ്ങളായി ജനിച്ച് കീടങ്ങളായി തന്നെ മരിക്കേണ്ടവരാണോ മനുഷ്യൻ? അവർ പുതിയ സൃഷ്ടികളായി തീരേണ്ടവരല്ലേ? മനുഷ്യൻ പുതു സൃഷ്ടിയായി തീരുന്നതിന് ഏകാന്തമായ തടവറയിൽ കഴിഞ്ഞുകൂടേണ്ടതായി വന്നേക്കാം. എന്നാൽ അതിനുശേഷം ജീവിതത്തിൻ്റെ ഉന്നത വിഹായസിലേക്ക് തങ്ക ചിറകുകളണിഞ്ഞ് പറന്നുയരുവാൻ നമുക്ക് കഴിയും. പുതിയ സൃഷ്ടിയായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത രീതിയും മതപരമായ ദർശനവും നമ്മെ പുതിയ സൃഷ്ടികളാക്കി തീർക്കുവാൻ പര്യാപ്തമാണോ? മനുഷ്യർ പുതിയ സൃഷ്ടികളായി തീരേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. ഒരുവൻ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം ദർശിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഓർക്കണമേ, സ്വർഗത്തെ സ്നേഹിക്കുന്നവൻ സ്വർഗീയനായി ജീവിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.